നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ ഇഡിയുടെ അടുത്ത നടപടി എന്താണ്? മാസപ്പടി കേസിൽ ആരോപണ വിധേയരായ പ്രതിസ്ഥാനത്തുള്ള CMRL ഉദ്യോഗസ്ഥരെയും CMRLന്റെ MD ശശിധരൻ കർത്തയെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇനി അടുത്തുള്ളത് എക്സോലോജിക്കൽ സൊല്യൂഷൻസും അതിൻ്റെ മുതലാളിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമാണ്. വീണ വിജയനെ ഉടൻ തന്നെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മുമ്പ് വീണ വിജയൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ? ഇതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി ഉയരുന്ന ചോദ്യം. തിരുവനന്തപുരത്ത് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെയും മകളെയും സൂചിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞിരുന്നു. അഴിമതി നടത്തിയതാരായാലും ആ അഴിമതിക്കാർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടി ഉണ്ടാകും. അവർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കില്ല, കേന്ദ്ര ഏജൻസികൾ മടിക്കില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ അല്ലെങ്കിൽ ആരോപണ വിധേയയായ ഒരു കേസിൽ ഇഡി ഇത്ര വേഗത്തിൽ അന്വേഷണം നടത്തുമെന്ന് CPM പോലും കരുതിയില്ല. ഇഡി സാധാരണ നോട്ടീസ് കൊടുത്ത് സാവകാശമൊക്കെ കൊടുത്ത് വളരെ പതിയെ കേസ് അന്വേഷിക്കുന്ന ഒരു ശൈലിയാണ്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിൽ, ഡോളർ കടത്ത് കേസിൽ, ലൈഫ് മിഷൻ അഴിമതി കേസിലൊക്കെ ഇഡിയുടെ അന്വേഷണം എത്ര പതിയെയാണ് ഇഴഞ്ഞു നീങ്ങിയതെന്ന്. എന്നാൽ ഇവിടെ മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം ശരവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് ഇഡി കേസ് ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നതും. അന്വേഷണം ആരംഭിച്ച് 10-12 ദിവസത്തിനുള്ളിൽ തന്നെ CMRLലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ ചോദ്യം ചെയ്തു, രേഖകൾ പിടിച്ചെടുത്തു. CMRL MDയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇനി അടുത്ത നടപടി എന്നത് മാസപ്പടി കൈപ്പറ്റിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും വീണ വിജയൻ്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസിൻ്റെ മറ്റുദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, രേഖകൾ സ്വീകരിക്കുക. പിന്നീട് തെളിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തുന്ന പക്ഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുക. ഈ അറസ്റ്റിലേക്ക് ഇഡി പോകുമോ? 26-ാം തീയതിക്ക് മുൻപായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ? ഇതാണ് CPMനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യം. CPMന് അങ്ങനൊരു ഭയമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന്. MV ഗോവിന്ദന് ധൈര്യമായി പറയാം, കാരണം MV ഗോവിന്ദൻ്റെ മകളെയോ മകനെയോ അല്ലല്ലോ ഇഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇത് പറയാൻ കഴിയില്ല. പിണറായി വിജയൻ വാതുറക്കാൻ കഴിയാതെ, മറുപടി പറയാൻ കഴിയാതെ ക്ഷുഭിതനായി എണീറ്റ് പോയത് നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്ഥിരം ശൈലിയിൽ, സ്ഥിരം ധാർഷ്ട്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ എണീറ്റ് പോയി. പിണറായി വിജയന് ഉത്തരം മുട്ടിയിരിക്കുന്നിടത്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയ കൗശലം, രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ MV ഗോവിന്ദൻ കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയപരമായ നേട്ടമാകും, അത് CPMന് ഗുണം ചെയ്യുമെന്നൊരു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇത് CPM ഭയക്കുന്നു. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം CPMനുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങൾ അത്തരത്തിലാണ് പോകുന്നത്. കേന്ദ്രത്തിൻ്റെ കൃത്യമായ അനുമതിയുണ്ട്. ഇഡി കേസിൽ, മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിൽ കടന്നാൽ അത് കേരളത്തിലെ CPMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. പക്ഷേ ഇപ്പോഴും ആളുകളത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. കാരണം ഈ കേസിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴൊക്കെ അതിന് താഴെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ പ്രതികരണം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, പിന്നീട് അങ്ങനെയെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ തൊടാൻ എന്തിന് ഇഡി ഭയക്കുന്നു? അപ്പോൾ ഇത് നിരന്തരമായി കേരളത്തിലെ BJPക്കാർ കേൾക്കുന്ന ഒരു പേരുദോഷമാണ്. ആ പേരുദോഷം ഇക്കുറിയെങ്കിലും ഇല്ലാതാക്കാനുള്ള ശ്രമം BJPയുടെ ദേശീയ നേതൃത്വം എടുക്കുന്നുണ്ട്. ഇഡി കേസിൽ, മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നത് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇക്കുറി കൂടി ഇഡി ഉഴപ്പിയാൽ,
അത് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എന്ന പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപത്തിന് കൂടുതൽ കരുത്തു പകരും. ഇനി ഒരിക്കൽ കൂടി അത്തരമൊരു ആക്ഷേപം കേട്ടാൽ കേരളത്തിൽ ഒരിക്കലും ബി ജെ പി പച്ച പിടിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി ഈ കേസിലുണ്ടാകും, മാസപ്പടി കേസിലുണ്ടാകും. അത് കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്ന് വിലയിരുത്താനുള്ള നടപടികളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ പ്രചരണത്തിലുള്ള വാക്കുകൾ തന്നെ ഈ കേസിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇ ഡിയുടെ തീരുമാനം. മാസപ്പടി കേസിൽ നിർണായകമായ രേഖകളും തെളിവുകളും ഇതിനകം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരസ്ഥമാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 1.72 കോടി രൂപ CMRL നിന്നും കൈപ്പറ്റി എന്നുള്ളതാണ് മാസപ്പടി കേസിൻ്റെ അടിസ്ഥാനം. ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ആദ്യമായി ഈ വിവരം പുറത്തുവിട്ടത്. ആദായനികുതി വകുപ്പിന് നൽകിയ കണക്കനുസരിച്ചാണ് ഈ വിവരം പുറത്തു വന്നത്. ഏത് സേവനങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് ഈ പണം നൽകിയതെന്ന് ശശിധരൻ കർത്തയോട് ആദായനികുതി വകുപ്പ് ചോദിച്ചിരുന്നു. എന്നാൽ ഒരു സേവനവും നൽകിയില്ല എന്നും സേവനങ്ങളൊന്നും ഇല്ലാതെയാണ് പല ഘട്ടങ്ങളിലായി 1,72,00,000 രൂപ നൽകിയതെന്നും അന്ന് ശശിധരൻ കർത്ത ആദായനികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നീടാണ് ഇത് മാസപ്പടിയാണെന്നും ഇത് മറ്റെന്തൊക്കെയോ സഹായങ്ങൾ ഉപകാരങ്ങൾ ചെയ്തു നൽകിയതിന് CMRL എന്ന കമ്പനിയും അതിൻ്റെ ഉടമസ്ഥനും നൽകിയ തുകയാണ് കോഴപ്പണമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് ഇത് മാസപ്പടിയായി മാറുകയായിരുന്നു. അതിനുശേഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് രാജ്യത്ത് തന്നെ വലിയ വിശാലമായ അധികാര പരിധിയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ അധികാരപരിധിയുള്ള അന്വേഷണ ഏജൻസി ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ ഈ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ അന്വേഷണ ഏജൻസിയും കൃത്യമായ രീതിയിൽ ഇതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി. അതുമാത്രവുമല്ല, CMRL നടത്തിയ റെയ്ഡിൽ നിർണായകമായ നിരവധി വിവരങ്ങളും കിട്ടി. ആ സമയത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSIDC, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDC, ആ KSIDC ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ഹർജി തള്ളി. അതിനുശേഷം വീണ വിജയൻ കർണാടക ഹൈക്കോടതി സമീപിച്ചു. കർണാടക ഹൈക്കോടതി ആ ഹർജി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. ഈ രണ്ട് കോടതികളും ചോദിച്ചത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി അന്വേഷണം നടത്താനല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത്? അപ്പോഴും കേരള സർക്കാരിൻ്റെ ഖജനാവിലെ പണമെടുത്തുകൊണ്ടാണ് മകളെ രക്ഷിക്കാനായി മുഖ്യൻ മുന്നിട്ടിറങ്ങിയതെന്ന് ഓർക്കണം. പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, അവൻ്റെ കയ്യിലുള്ള പണം, നികുതിയായി കൊടുക്കുന്ന പണം, അവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പണം, അതെല്ലാം എത്തിച്ചേരുന്ന ഖജനാവിൽ നിന്ന് ആ ഖജനാവിലെ പണമെടുത്തുകൊണ്ടാണ് മകൾ കൈക്കൂലി വാങ്ങിയ കേസിൽ, മകൾ അഴിമതി നടത്തിയ കേസിൽ മകളെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പൊന്നാരി അച്ഛൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. വക്കീലന്മാർക്കായി ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും അതിനുശേഷമാണ് പൊടുന്നനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. ഈ കേസിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുകയും ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പണ്ടത്തെ പോലെ സാവധാനമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. 10-15 ദിവസത്തിനുള്ളിൽ കൃത്യമായ പുരോഗതി ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനു മുൻപായി CMRL ഉദ്യോഗസ്ഥരെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നോട്ടീസ് നൽകുക, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് നടത്തുക. ആ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി CPM മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു അഴിമതി കേസിൽ അറസ്റ്റിലാവുന്നതിനെ എങ്ങനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുമെന്ന മറു ചോദ്യം ഉയരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിടാൻ കഴിവും ശേഷിയുമുള്ള EDക്ക് എന്തുകൊണ്ട് വീണ വിജയനെ തൊടാൻ ഭയം, മടി എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.